കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തുരുമ്പൊക്കെ പിടിച്ച് നമുക്ക് പത്തിരിയൊന്നും ചപ്പാത്തിയും പൂരിയൊന്നും പരത്തിയിട്ട് ശരിയാവാത്ത പ്രസ് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തോളൂ. നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റീയൂസ് പറഞ്ഞാൽ കറക്റ്റ് റീയൂസ് തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള പൂരിയും പത്തിരിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അധികവും പെട്ടെന്ന് കേട് വന്നാൽ നമ്മൾ മേടിക്കാൻ കൂട്ടാക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ പത്തിരി പ്രസ്. പക്ഷെ നമുക്ക് നമ്മുടെ അടുക്കളപ്പണിയിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു പ്രസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ വെച്ച് പരത്തിയാൽ ഇത് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇതേപോലെ ഗോതമ്പ് പൊടീൻ്റെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങുന്ന കവർ. ഒരുപാട് കട്ടിയില്ല എന്നാൽ കട്ടി ഉണ്ടേനും. നമുക്ക് മറ്റേ 50 പൈസ കവറൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നടുവ് ഇങ്ങനെ കീറി പൊളിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിന്ന് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പൂരി നമ്മൾ അധികവും പൊടി കൂട്ടാതെയാണ് പരത്തിയെടുക്കുക. പൊടി കൂട്ടിയിട്ടും പരത്തിയെടുക്കാം. പക്ഷെ പൊടി കൂട്ടാതെ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മയമാണ് കേട്ടോ. അപ്പോൾ പ്രസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനെ പൊടി കൂട്ടാതെ തന്നെ ഉണ്ടാക്കുക. പൂരി അങ്ങനെയാണ് നല്ല ടേസ്റ്റ്. പൊടിയാകുമ്പോൾ ഇങ്ങനെ മുരുമുരുന്നനെയാവും. അപ്പോൾ ആ കവറിൽ മൊത്തം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരിക്കുള്ള മാവൊക്കെ അവിടെ നന്നായിട്ട് വാട്ടി കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസാണ് ഇത് കാണുന്നതിൻ്റെ അത്രയും വലുപ്പമല്ല. ചെറിയ പപ്പടം പോലത്തെ പൂരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രസ് ഉണ്ടെങ്കിൽ വലിയ പൂരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വട്ടാക്കിയിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ പൂരി കറക്റ്റ് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ പ്രസ്സിൽ പരത്തണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൂരി എപ്പോഴും ചുടുമ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടാതെ നോക്കണം കേട്ടോ. നല്ല ചൂടാവാനും പാടില്ല, നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് എണ്ണ അതേപോലെ മേലെ തൂവി കൊടുക്കണം. അപ്പോഴാണ് ഇങ്ങനെ നല്ല ബോൾസായിട്ട് നല്ല ഇതായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു പൂരി. പിന്നെ ഇങ്ങനെ ചെറിയ പൂരി ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ കയ്യിൽ പിടിച്ച് കഴിക്കുകയും ചെയ്യാം. കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് ഇങ്ങനെ കുട്ടികൾക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പൂരിയൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായി കിട്ടും കേട്ടോ. കുഞ്ഞു പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അധികം എണ്ണയും വേണ്ട, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അധികം എണ്ണയും വേണ്ട. അപ്പോൾ നമ്മൾ അടുത്ത പൂരീൻ്റെ മാവ് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൂരിയുടെ ആ മാവ് കുഴച്ചത് അവിടെ ഉരുളാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങൾ ഏതാ എണ്ണ ഉപയോഗിക്കണം അതന്നെ, നമ്മൾ ചൂടാൻ ഏതാ എണ്ണ ഉപയോഗിക്കണം അതന്നെ എടുത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയും ഓയിലും പാടെ ആകുമ്പോൾ നമ്മുടെ എണ്ണ എല്ലാം പതഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് എണ്ണയിലാണോ പൊരിച്ചെടുക്കുന്നത് ആ എണ്ണേനെ ഉപയോഗിക്കുക. അപ്പോൾ എണ്ണ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മേലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ഇതേപോലെ പൊങ്ങി കിടന്ന പൂരി. ഇതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും പത്തിരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തേക്കണതിൻ്റെ പകരം പൊടി ഇടുമെന്ന് മാത്രം. അത് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പൊടി വാട്ടിയിട്ടോ കുഴച്ചിട്ടോ ഒന്നുമല്ല, കുറച്ച് ഇതാക്കിയിട്ട് ഞാൻ വേറെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഒന്ന് പരത്തി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നും കേട്ടോ ഈ രണ്ട് ഭാഗത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും കുറച്ചുകൂടി എണ്ണ എടുത്തിട്ട്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. അതിനാണ് ഈ വീഡിയോയിൽ പ്രത്യേകം ഇത് പറയുന്നത്. ഒന്ന് ഒട്ടി പിടിക്കുകയെന്ന് കാണുമ്പോൾ ഒന്ന് എല്ലാവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് എണ്ണാക്കി കൊടുക്കുക. പിന്നെ ആ ബോൾസിൻ്റെ മേലെ ഒരു നുള്ള എണ്ണ മതി കേട്ടോ. ഞാൻ ആ മൂടിയിലെ എണ്ണ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റിൻ്റെ പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ആ എണ്ണ ബാക്കി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എണ്ണ തേക്കുമ്പോൾ ഇത്രയും എണ്ണ എന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ച് എണ്ണ മാത്രം മതി. അടിപൊളിയായിട്ടുള്ള പൂരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പത്തിരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒന്ന് വാട്ടിയിട്ടൊന്നുമില്ല. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതാക്കിയിട്ട് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊടി ഇങ്ങനെ അതേപോലെ നമ്മൾ എണ്ണ ഇതാക്കിയതിൻ്റെ പകരം പൊടി ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊടിയാണല്ലോ, അപ്പോൾ പത്തിരി അതേപോലെ തന്നെ പൊടി ഇങ്ങനെ കവറിൻ്റെ മേലെ അതേപോലെ പ്രസ്സിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് മാവ് ഇതേപോലെ വെച്ചിട്ട് സാധാരണ നമ്മൾ പ്രസ് ചെയ്യണ പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയും പൂരിയോ പത്തിരിയും ഒക്കെ പരത്തി കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. പ്രസ് കേടായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കി നോക്കൂ. കറക്റ്റായിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി പൂരി എല്ലാം ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ. കറക്റ്റായിട്ട് കിട്ടും. തീർച്ചയാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്ടിയിട്ടൊന്നുമല്ല, അപ്പോൾ എടുത്തൊന്നും നമുക്ക് ശരിയായി കിട്ടില്ല കേട്ടോ. കറക്റ്റ് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.